നമസ്കാരം. കീവ് നഗരം ഒഴിയൂ, ഇനി വരുന്നത് ക്രൂരമായ ആക്രമണങ്ങളാണ്. റഷ്യയുടെ ഈ മുന്നറിയിപ്പ് ലോകത്തെ വീണ്ടും ആണവ യുദ്ധ ഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം ഇതുവരെ കണ്ടതിൽ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റഷ്യ വിദേശ നയതന്ത്രജ്ഞരോടും പൗരന്മാരോടും കീവ് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടതോടെ ഇനി നടക്കാൻ പോകുന്നത് സാധാരണ മിസൈൽ ആക്രമണമല്ല, മറിച്ച് നഗരം തന്നെ തകർക്കുന്ന സമഗ്ര യുദ്ധ നീക്കങ്ങളാണെന്ന ആശങ്ക ശക്തമാകും. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുമെന്ന മുന്നറിയിപ്പുമായാണ് റഷ്യ രംഗത്ത് വന്നത്. കീവിലുള്ള വിദേശ പൗരന്മാരോടും നയതന്ത്ര ഉദ്യോഗസ്ഥരോടും അന്താരാഷ്ട്ര സംഘടനകളിലെ ജീവനക്കാരോടും എത്രയും വേഗം നഗരം വിട്ടുപോകാൻ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ യുക്രൈനിലെ ലുഹാൻസ്ക് മേഖലയിൽ ഒരു വിദ്യാർത്ഥി ഹോസ്റ്റലിന് നേരെ യുക്രൈൻ ബോധപൂർവം ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ ആരോപിക്കുന്നുണ്ട്. ഇതിൽ 21 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഈ ആക്രമണത്തിന് പകരമായാണ് കീവിന് നേരെ വ്യവസ്ഥാപിതമായ ശക്തമായ തിരിച്ചടിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടത്. അതേസമയം തങ്ങൾ തകർത്തത് റഷ്യയുടെ ഒരു പ്രമുഖ ഡ്രോൺ കമാൻഡ് യൂണിറ്റിനെ മാത്രമാണ് എന്ന് യുക്രൈൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കീവിലെ യുക്രൈൻ സൈനിക വ്യവസായ സമുച്ചയങ്ങൾ, ഡ്രോൺ രൂപകൽപ്പനയും നിർമ്മാണവും നടത്തുന്ന കേന്ദ്രങ്ങൾ, പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന കമാൻഡ് സെന്ററുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരിക്കും റഷ്യയുടെ ആക്രമണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കീവിന് നേരെ റഷ്യ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ശബ്ദത്തെക്കാൾ 10 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരഷ്നിക് ഹൈപ്പർസോണിക് മിസൈൽ റഷ്യ പ്രയോഗിച്ചിരുന്നു. 4 വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഇത് 3ാം തവണയാണ് റഷ്യ ഈ അത്യാധുനിക മിസൈൽ ഉപയോഗിക്കുന്നത്. റഷ്യയുടേത് വെറും ബ്ലാക്ക്മെയിലിംഗ് തന്ത്രം മാത്രമാണെന്നും ഇതിന് വഴങ്ങരുതെന്നും യുക്രൈൻ വിദേശകാര്യ മന്ത്രി ആൻഡ്രി സിബിഹ സഖ്യകക്ഷികളോട് എന്നാൽ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ യുക്രൈനിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വിദേശികളോട് കീവ് വിടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റഷ്യയുടെ അടിയന്തര മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇതിനകം തന്നെ വൻ നാശം വിതച്ചിരുന്നു. 100 കണക്കിന് ഡ്രോണുകളും ഹൈപ്പർസോണിക് ഓറഷ്നിക് മിസൈലുകളും ഉപയോഗിച്ച ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും 100ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ റഷ്യ പറയുന്നത് സിസ്റ്റമാറ്റിക് സ്ട്രൈക്കുകൾ ആരംഭിക്കുമെന്നാണ്. അതായത് ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ല, കീവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, സർക്കാർ കേന്ദ്രങ്ങൾ, വൈദ്യുതി ശൃംഖലകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെ പൂർണ്ണമായി തകർക്കാനുള്ള നീക്കങ്ങളാണ് മുന്നിലുള്ളത്. ഈ യുദ്ധം ഭീകരരൂപം പ്രാപിച്ചാൽ അതിന്റെ ആദ്യ പ്രത്യാഘാതം മനുഷ്യ ദുരന്തമായിരിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും അഭയാർത്ഥികളാകും. യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി ഒഴുക്ക് വൻതോതിൽ ഉയരും. ഇതിനകം തന്നെ ക്ഷീണിച്ച യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് വലിയ തിരിച്ചടിയായി മാറും. യുക്രൈന്റെ ഊർജ്ജ സംവിധാനങ്ങൾ തകരുകയാണെങ്കിൽ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും ഉയരും. ലോക ധാന്യ വിപണിയും വീണ്ടും അനിശ്ചിതത്വത്തിലാകും. അതിലും ഭയപ്പെടുത്തുന്നത് റഷ്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ഓറഷ്നിക് പോലുള്ള മിസൈലുകൾ അതിവേഗതയും തടയാൻ പ്രയാസമുള്ള സാങ്കേതിക വിദ്യയും കാരണം ലോക സൈനിക ശക്തികൾക്കു തന്നെ വെല്ലുവിളിയായിരിക്കുകയാണ്. ഇവയ്ക്ക് ആണവ വാർഹെഡുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഭീതി വർദ്ധിപ്പിക്കുന്നു. ഒരു തെറ്റായ കണക്കുകൂട്ടൽ പോലും ആണവ ഭീഷണിയിലേക്ക് വഴിമാറുമെന്ന ആശങ്ക ഇനി സങ്കല്പമല്ല. അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും യുക്രൈനിന് കൂടുതൽ ആയുധ സഹായം നൽകുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ ഈ ആക്രമണ ഭീഷണി ലോക ശക്തികളെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കും നയിക്കാം. നാറ്റോ ഇടപെടൽ ശക്തമാക്കുകയാണെങ്കിൽ യുദ്ധം യുക്രൈന്റെ അതിർത്തികൾ കടന്ന് യൂറോപ്പിലാകെ വ്യാപിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാകില്ല. ഇപ്പോൾ ലോകം ഒരു അത്യന്തം അപകടകരമായ വഴിത്തിരിവിലാണ്. സമാധാന ചർച്ചകൾ മങ്ങിപ്പോവുകയും പ്രതികാര രാഷ്ട്രീയമാണ് ശക്തമാവുകയും ചെയ്യുമ്പോൾ യുക്രൈൻ യുദ്ധം ഇനി ഒരു പ്രാദേശിക സംഘർഷമല്ല, ലോക സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന മഹാവിപത്തായി മാറുകയാണ്. ഇന്ന് കീവിൽ മുഴങ്ങുന്ന സൈറൺ ശബ്ദങ്ങൾ നാളെയുടെ ലോകയുദ്ധ മുന്നറിയിപ്പാകാതിരിക്കട്ടെ എന്നാണ് ലോകം പ്രാർത്ഥിക്കുന്നത്.